ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലായിടത്തും കാണുമല്ലോ പപ്പായ. അപ്പം പപ്പായ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതുപോലെ ഇത് ഐസ്ക്രീം മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മിക്സിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പോളം നന്നായിട്ട് പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞ് നല്ല റെഡ് കളറിലുള്ള പപ്പായ നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മിക്ക വീടുകളിലും ഇപ്പോൾ ഇതൊക്കെ കാണുമല്ലോ. അങ്ങനത്തെ പപ്പായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പപ്പായ ചിലപ്പോൾ നമ്മൾ ഐസ്ക്രീം ആക്കി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒരു കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പപ്പായയുടെ തൊലിയുടെ അടുത്ത് വെച്ച് അത് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ പപ്പായയുടെ തൊലിയിൽ നിന്ന് കുറച്ച് അകലം വിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ആ തൊലിയോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. കുറച്ച് മാറ്റിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ടിയില്ലാതെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന ആ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു 1/4 കപ്പ്, അതായത് ഒരു 180 milliliter വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. എന്നാന്ന് വെച്ചാൽ എൻ്റെ പപ്പായയ്ക്ക് നല്ല മധുരമുണ്ട്. അതുപോലെ എൻ്റെ വിപ്പിംഗ് ക്രീമിനും ഒരുവിധം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം വനില എസൻസ് വേണം. നിങ്ങളുടെ വിപ്പിംഗ് ക്രീമിന് ഇപ്പം മധുരം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചിട്ടുള്ള പപ്പായയും അതുപോലെ പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ആ പപ്പായയും അതുപോലെ പഞ്ചസാരയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചൊന്നെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ആ പപ്പായ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ പപ്പായയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വനില എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒരു 10-30 സെക്കൻഡ് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഒരു മിനിറ്റോളം ഹൈ സ്പീഡിൽ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഞാൻ ആ ഒരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ സ്പീഡിൽ 1 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ആ ഐസ്ക്രീമിൻ്റെ ആ ഒരു തിക്നെസ്സിലായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ, കുഴിവുള്ള തവി വെച്ചോ ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ നല്ല ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്ററോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.